RV ബാബു എന്തായാലും ബഹിഷ്കരണത്തിന് ആഹ്വാനം ചെയ്തിട്ടില്ല എന്ന് ഹിന്ദു ഐക്യവേദി പറയുന്നുണ്ട്. പക്ഷേ ഇത് ബഹിഷ്കരണത്തിന് തുല്യമായ ഒരു കാര്യം തന്നെയല്ലേ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? എടുത്ത ടിക്കറ്റുകൾ ഞങ്ങൾ ക്യാൻസൽ ചെയ്യുന്നു എന്ന് പറഞ്ഞുകൊണ്ട് സോഷ്യൽ മീഡിയ ഹാൻഡിലുകളിൽ ഇടുക, അത് പ്രചരിപ്പിക്കുക എന്നൊക്കെ പറഞ്ഞാൽ ഒരു ഹേറ്റ് ക്യാമ്പയിൻ തന്നെയല്ലേ ഉള്ളത്? ഒരു ചുരുക്കത്തിൽ പറഞ്ഞാൽ അതൊരു ബഹിഷ്കരണ രീതി തന്നെയാണ്. അല്ല, അങ്ങനെയുള്ള ബഹിഷ്കരണങ്ങൾ നടക്കുന്നുണ്ട്. അതൊക്കെ വ്യക്തിപരമായ പ്രേക്ഷകന്മാർ എടുക്കുന്ന വ്യക്തിപരമായ തീരുമാനങ്ങളാണ്. കാരണം നമ്മുടെ സോഷ്യൽ മീഡിയ സജീവമായിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ ഓരോരുത്തരും അവരുടെ അഭിപ്രായം പരസ്യമായി പ്രകടിപ്പിക്കാനും അതൊക്കെ പബ്ലിക്കലി വിസിബിൾ ആവുകയും ചെയ്യുന്ന ഒരു കാലഘട്ടമാണ്. അതുകൊണ്ട് വ്യക്തിപരമായി എടുക്കുന്ന തീരുമാനങ്ങൾ മുമ്പില്ലാത്ത രീതിയിൽ അത് വിസിബിളാണ്. അത്രയുള്ളതിൻ്റെ വ്യത്യാസം. ഇവിടെ പ്രശ്നം എന്ന് വെച്ചാൽ, ഇപ്പോൾ ഈ സിനിമയെ സംബന്ധിച്ച് ഈ വ്യക്തികൾ ഇങ്ങനെ തീരുമാനമെടുക്കാൻ കാരണം എന്താ? ഇപ്പോൾ മോഹൻലാൽ എന്നൊരു നായകൻ, അല്ലെങ്കിൽ സൂപ്പർ സ്റ്റാർ ആയിട്ടുള്ള നടൻ, മോഹൻലാലിനെ കുറിച്ച് അത് അക്രോസ് ഈ ഏത് വിഭാഗത്തിൽപ്പെട്ട ആൾക്കാരായാലും, അത് ഇൻസ്പൈറ്റ് ഓഫ് റിലീജിയൻ, കാസ്റ്റ് അല്ലെങ്കിൽ പൊളിറ്റിക്സ്, ഇതൊക്കെ നോക്കിക്കഴിഞ്ഞാൽ മോഹൻലാൽ ഒരു ന്യൂട്രൽ നടനായിട്ടാണ് എല്ലാവർക്കും ബോധ്യമായിട്ടുള്ളത്. അങ്ങനെയുള്ള ഒരു നടൻ അഭിനയിച്ച ഒരു സിനിമയിൽ ഇത്തരത്തിലുള്ളൊരു ഹെയ്റ്റ് ആയിട്ടുള്ള ക്യാമ്പയിൻ ഒരു വിഭാഗത്തിനെതിരെ നടക്കുന്ന സിനിമയായിട്ടാണ് ഇതിനെ ഈ ടിക്കറ്റ് ക്യാൻസൽ ചെയ്യുന്നവർ കാണുന്നത്. ഒരു വിഭാഗത്തിനെതിരെ ഏകപക്ഷീയമായിട്ടുള്ള ഒരു ആക്രമണമായിട്ട് അത് മോഹൻലാൽ അഭിനയിച്ച ഒരു സിനിമയിൽ നിന്നും പ്രതീക്ഷിക്കുന്നില്ല. അതുകൊണ്ട് അവർ ഈ സിനിമയുടെ ടിക്കറ്റ് ക്യാൻസൽ ചെയ്യുകയോ അല്ലെങ്കിൽ അവരുടെ പ്രതിഷേധം അവരുടേതായിട്ടുള്ള പ്ലാറ്റ്ഫോമിൽ രേഖപ്പെടുത്തുകയോ ചെയ്യുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഈ സിനിമ ഇന്നലെ കണ്ട ഒരാളാണ് ഞാൻ. ഈ വളരെ പ്രതീക്ഷയോട് കൂടിയിട്ട് കണ്ട ഒരാളാണ്. പക്ഷേ വളരെ നിരാശയുണ്ടാക്കിയ എന്നുള്ളത് എന്ന് വെച്ചാൽ, ഇപ്പോൾ ഈ സിനിമ രാഷ്ട്രീയം ചർച്ച ചെയ്യുന്നുണ്ട്. ആ രാഷ്ട്രീയം എന്ന് പറയുന്നത് ഗുജറാത്ത് കലാപവുമായി ബന്ധപ്പെട്ട് ഉയർന്നു വന്നൊരു രാഷ്ട്രീയമാണ്. ഗുജറാത്ത് കലാപത്തെ ഏകപക്ഷീയമായിട്ട് ഈ സിനിമ അവതരിപ്പിക്കുന്നു എന്ന് മാത്രമല്ല, അത് അത്യന്തം ക്രൂരമായ രീതിയിൽ മുസ്ലിം ജനവിഭാഗത്തെ കൊന്നൊടുക്കുന്ന, സ്ത്രീകളെ ഉപദ്രവിക്കുന്ന, കുട്ടികളെ തലക്കടിച്ചു കൊല്ലുന്ന, ഗർഭിണികളുടെ വയറ് കുത്തിപ്പിളർക്കുന്ന തരത്തിലുള്ള രംഗങ്ങൾ ഈ സിനിമ കാണിക്കുന്നു. എന്നാൽ ഈ കലാപങ്ങൾക്ക് മുഴുവൻ കാരണമായിട്ടുള്ള ഗോദ്രയിലെ 57 or 58 കർസേവകരെ പച്ചയ്ക്ക് ചുട്ടുകൊന്ന് ആ പ്രതികൾ ഇന്നും ജയിലിലാണ്. അത് കേവലം വിഷ്വൽസിൽ അവരാരാ ചെയ്യണമെന്നറിയില്ല, ആരാണ് ഈ ചെയ്യുന്നതെന്നറിയില്ല എന്ന് മാത്രമല്ല, തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിൽ തീവണ്ടിക്ക് തീപിടുത്തം ഉണ്ടായി എന്ന് പത്രക്കട്ടിങ് കാണിക്കുന്നു. അപ്പോൾ ഈ സിനിമയിലൂടെ പ്രതിഫലിപ്പിക്കുന്ന രാഷ്ട്രീയം എന്ന് പറഞ്ഞാൽ ഒരു വിഭാഗത്തിനെതിരായിട്ടുള്ള രാഷ്ട്രീയം. അതിൻ്റെ ഏറ്റവും അപകടകരമായ കാര്യം എന്താണെന്ന് അറിയോ മഞ്ജുഷ്? ഈ ഗുജറാത്ത് കലാപത്തിന് നേതൃത്വം കൊടുത്ത ആളുകൾ കേരള രാഷ്ട്രീയത്തിലേക്ക് വരുന്നു, കേരള രാഷ്ട്രീയത്തിൽ അവർ ഇടപെടുന്നു. എന്നിട്ടോ അവർ ഹിന്ദുത്വ രാഷ്ട്രീയത്തിന്റെ പ്രതിനിധികളായിട്ടാണ് അവരെ അവതരിപ്പിക്കുന്നത്. അതിലെ കഥാപാത്രം പറയുന്നു, നിങ്ങളുടെ 2 ജില്ലകൾ ബോംബിട്ട് തകർക്കും. ഏതിന്? ഇടുക്കി ഡാമിന് ബോംബിട്ട് തകർക്കും. ഇടുക്കി ഡാമിന് ബോംബിട്ടാൽ നിങ്ങളുടെ 2 ജില്ല തന്നെ തകർന്നു പോകും. അത് വേണ്ടി വന്ന ചെയ്യുന്നതാണ്. ആരാ പറയുന്നത്? ഹിന്ദുത്വ രാഷ്ട്രീയത്തിന്റെ പ്രതിനിധിയെ കൊണ്ട് പറയിപ്പിക്കുകയാണ്. ഏത് കേരളത്തിലാണെന്ന് പറയുന്നത്? അധ്യാപകന്റെ കൈവെട്ടിയ കേരളത്തിൽ. ഏത് കേരളത്തിലാണ് ഇത് പറയുന്നത്? അവലും മലരും കരുതി വെക്കാൻ ആഹ്വാനം ചെയ്ത കേരളത്തിൽ. ഏത് കേരളത്തിലാണ് ഇത് പറയുന്നത്? ആയുധ പരിശീലന ക്യാമ്പുകൾ നടത്തിക്കൊണ്ട് രാജ്യത്ത് തീവ്രവാദ പ്രവർത്തനങ്ങൾ നേതൃത്വം കൊടുത്ത പോപ്പുലർ ഫ്രണ്ട് നിരോധിക്കപ്പെട്ട കേരളത്തിൽ. ആ ഇസ്ലാമിക തീവ്രവാദ രാഷ്ട്രീയത്തെ ഈ സിനിമ അഡ്രസ് ചെയ്യുന്നില്ല. ഈ സിനിമ അഡ്രസ് ചെയ്തില്ല കേരളത്തിലെ, ഇന്ത്യയിലെ ഇസ്ലാമിക തീവ്രവാദ രാഷ്ട്രീയത്തെ. ആഗോളതലത്തിൽ അത്തരത്തിലുള്ള ചില ഭാഗങ്ങൾ കാണിക്കുന്നുണ്ട്, ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല. അപ്പോ ഇത് ഏകപക്ഷീയമായിട്ട് ഉള്ള ഒരു സമീപനമായി പോയി എന്നുള്ള ഒരു നിരാശ, അത് ഈ സിനിമയെ വളരെ പ്രതീക്ഷയോടെ നോക്കിക്കണ്ട ആളുകൾ അവരിൽ ഉണ്ടാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് ചിലരൊക്കെ ചിലപ്പോൾ സിനിമയ്ക്ക് ഇത് ഗുണകരമാകുമോ, അല്ലെങ്കിൽ ഇപ്പോൾ സാധാരണ നമ്മുടെ കേരളത്തിലൊരു സ്ഥിതിവിശേഷമുണ്ട്, ഹിന്ദു അല്ലെങ്കിൽ സനാതന ധർമ്മത്തെ അടിക്കും തോറും അതിന് കൈയടിക്കുന്ന വലിയ വിഭാഗം മറുപക്ഷത്തുണ്ട്. നമുക്കറിയാതെ അല്ലെങ്കിൽ ഹിന്ദുത്വ രാഷ്ട്രീയത്തിന് എതിരാണെന്നും ഹിന്ദു വിരുദ്ധത പ്രകടിപ്പിക്കുന്ന ഒന്നാണെന്നും ആണെങ്കിൽ ഇതിന് സെൻസർ ബോർഡ് ക്ലിയറൻസ് ബുദ്ധിമുട്ടായിരുന്നേനെ, അതിക്രൂരമായ രംഗങ്ങൾ ഉണ്ടായിരുന്നെങ്കിൽ. പക്ഷെ അങ്ങനെയൊന്നും ഉണ്ടായില്ല. ഇന്ന് തന്നെ BJP കോർ കമ്മിറ്റി യോഗത്തിൽ ഒരു വിമർശനം ഉയർന്നിരുന്നു എന്ന് കേട്ടു. എന്തുകൊണ്ടാണ് സെൻസർ ബോർഡ് അംഗങ്ങൾ, അത് സംഘപരിവാർ നോമിനികൾ പോലും ഉണ്ടല്ലോ സെൻസർ ബോർഡിൽ, അവർ എന്തുകൊണ്ട് ഇതിനെ എതിർത്തില്ല എന്ന് അങ്ങനെ ഒരു ചോദ്യം പോലും ഉയർന്നു വന്നു. അങ്ങനെ എതിർക്കേണ്ടതായി എന്തെങ്കിലും ഉണ്ടായിരുന്നുവെങ്കിൽ ആ എതിർപ്പ് അവിടെ പ്രകടമാകുമായിരുന്നുവല്ലോ, പ്രത്യേകിച്ച് ഗുജറാത്ത് കലാപത്തെക്കുറിച്ചുള്ള പരാമർശങ്ങൾ വരുമ്പോൾ.
പക്ഷെ അപ്പോൾ അവർക്ക് തോന്നിയില്ല അത്. നോക്കൂ മഞ്ജുഷേ സെൻസർ ബോർഡ് അവര് കാണുന്ന മാനദണ്ഡം വേറെയാണ്. അവര് ഈ ഒരു സിനിമയ്ക്ക് അതിന്റെ ആവിഷ്കാര സ്വാതന്ത്ര്യം, ആ സിനിമ എടുത്തതിന്റെ പശ്ചാത്തലം, ഇതൊക്കെ അവർ പരിഗണിച്ചുകൊണ്ട് ആ സിനിമ കളിക്കുന്നതിന് അവർ അനുവദിക്കുന്നു. അത് ഫ്രീഡം ഓഫ് സ്പീച്ചിന്റെയോ അല്ലെങ്കിൽ ഭരണഘടന നൽകുന്ന സ്വാതന്ത്ര്യത്തിന്റെയോ ഒക്കെ അടിസ്ഥാനത്തിലാണ് സെൻസർ ബോർഡ് ഇതിനെ കാണുന്നത്. മറിച്ച് ഞാൻ പറയുന്നത് എന്താണ്, സിനിമ എന്നുള്ള നിലയ്ക്ക് ഈ സിനിമയുടെ തീം ചർച്ച ചെയ്യുകയാണ്. ആ സിനിമയുടെ തീം ചരിത്രത്തിനോട് ചേർന്ന് നിൽക്കുന്നതല്ല എന്നാണ്. അല്ലെങ്കിൽ ചരിത്രത്തിലെ പിക്ക് ആൻഡ് ചോയ്സ് പോലെ, അതായത് സെലക്റ്റീവായിട്ട് ചില കാര്യങ്ങൾ എടുക്കുന്നു, അതൊരു വിഭാഗത്തിനെതിരായിട്ട് ഉപയോഗിക്കുന്നു. ഇപ്പോൾ ആ മുസ്ലിം ആളുകളെയൊക്കെ കൊന്നൊടുക്കുന്ന രംഗം കണ്ടാൽ അത് അത്യന്തം ക്രൂരമാണ്. അത് എന്ത് സന്ദേശമാണ് സിനിമ നൽകുന്നത്? താങ്കൾ സിനിമ കണ്ട